ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഈ നല്ല ദിവസം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം കൃപ ചെയ്ത ഈ വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് 2-3 കാര്യങ്ങൾ അവിടെ കാണുവാൻ സാധിക്കുന്നു. ഏവർക്കും പരിചിതമായ വേദഭാഗമാണ് മാർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം. ഇവിടെ മനുഷ്യർക്ക് അസാധ്യങ്ങളായ 3 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ അല്ലെങ്കിൽ മാനുഷികമായ ബലം കൊണ്ട് അസാധ്യങ്ങളാക്കിയ 3 കാര്യങ്ങളെ ദൈവത്തിന് സാധിപ്പിക്കാൻ കഴിയുമെന്നുള്ളതിന് ഒരു വലിയ തെളിവാണ് ഈ 5-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. ഇന്ന് പല കാര്യങ്ങളും മനുഷ്യർക്ക് സാധ്യമാണ്, അല്ലേ? എന്നാൽ ഇവിടെ ഭൂതബാധിതനായ ഒരു ചെറുപ്പക്കാരൻ, കല്ലറയിൽ പാർക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അവിടെ പറയുന്നു അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ, ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. ചങ്ങല പൊട്ടിച്ചും വലിച്ചു പൊട്ടിച്ചും എത്ര ചങ്ങലയിട്ട് ബന്ധിച്ചാലും അതൊക്കെ വലിച്ചെഴിച്ചു പൊട്ടിച്ച് ആർക്കും അടക്കാൻ പറ്റാത്ത ഒരു വിഷയം. 2-ാമതായി നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്, യായിറോസ് എന്നു പേരുള്ള അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാം. യായിറോസ് എന്നു പേരുള്ള ഒരു പള്ളിപ്രമാണി വന്നിട്ട് തൻ്റെ കുഞ്ഞുമകൾ വളരെ ക്ഷീണത്തിൽ കഴിയുന്നു, അല്ലെങ്കിൽ രോഗത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ കർത്താവിൻ്റെ വലിയ കരങ്ങൾ പ്രവർത്തിക്കുന്ന ആ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. മരിച്ചുപോയ പ്രിയ മകളെ, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ എന്ന് പറയുന്ന കർത്താവ്. ഇതൊക്കെയും മനുഷ്യരാൽ അസാധ്യമാണ് എൻ്റെ സഹോദരങ്ങളെ. അതിൻ്റെ 3-ാമത്തെ ഭാഗത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, 12 സംവത്സരമായി രക്തസ്രവമുള്ള ഒരു സ്ത്രീ, 12 വർഷമായി രക്തം വാർന്നു പോകുന്ന അസുഖമുള്ള ഒരു സ്ത്രീയെ സൗഖ്യമാക്കുക. ഇതൊക്കെയും മെഡിക്കൽ സയൻസിനൊക്കെയും അസാധ്യങ്ങളാണ്. അവിടെയും നമുക്ക് കാണാൻ പറ്റും, യേശുവിൻ്റെ വസ്ത്രമൊന്ന് തൊട്ടപ്പോൾ അവൾ സൗഖ്യമായത്. നമുക്ക് പല കാര്യങ്ങൾക്കും നമുക്ക് സാധ്യങ്ങളാണ്, അല്ലേ? എന്നാൽ ഇതൊക്കെയും മനുഷ്യർക്ക് ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വിഷയങ്ങൾ. മെഡിക്കൽ സയൻസിനോ നമ്മുടെ കാശിനോ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ബുദ്ധിക്കോ അല്ലെങ്കിൽ നമ്മുടെ കഴിവിനോ നമ്മുടെ മിടുക്കിനോ ഒന്നും കഴിയാത്ത വിഷയങ്ങളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവാനാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ അതൊക്കെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ ഞാൻ അതിനെ പരിഹരിച്ചു തരാം, ഞാൻ അതിനെ നേരെയാക്കി തരാം. നമുക്കൊക്കെ ഒരു പരിമിതികളുണ്ട്, ഇല്ലേ? ഏത് രോഗങ്ങളാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, ദുഃഖങ്ങളാകട്ടെ, കടഭാരങ്ങളാകട്ടെ, ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ പെട്ടെന്നുണ്ടാകുന്ന അത് പല രീതിയിലാകാം. പല രീതിയിലാണ്. രോഗങ്ങൾ മാത്രമാവണമെന്നില്ല, മാനസികമായി സ്ട്രെസ് അനുഭവിക്കുന്നവരാകാം. എന്നാൽ എല്ലാം ഉണ്ടായിട്ടും പല രീതിയിൽ മക്കളെ ചൊല്ലി ആകുലപ്പെട്ടിരിക്കുന്നവരാകാം. ജോലിയിലുള്ള സ്ട്രെസ് അനുഭവിക്കുന്നവരാകാം. ആരോടും തുറന്നു പറയാൻ പറ്റാതെ വീർപ്പ് മുട്ടിക്കഴിയുന്ന എത്രയോ കുടുംബാംഗങ്ങൾ നമുക്കിടയിലുണ്ട്. സ്വന്തം മാതാപിതാക്കളോടോ, ഭർത്താവിനോടോ, ഭാര്യയോടോ, സഹോദരങ്ങളോടോ, ഒരു ഏറ്റവും അടുത്ത സുഹൃത്തിനോടോ പോലും ഷെയർ ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളുമായി നീറി നടക്കുന്ന എത്ര കുടുംബാംഗങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ കർത്താവ് പറയുന്നു, ഈ പകൽക്കാലം ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ ഞാൻ അതിനെ പരിഹരിച്ചു തരാം. സ്തോത്രം. അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിലൊക്കെ വായിക്കുമ്പോൾ അവിടെ പല ഭൂതങ്ങളാൽ ബന്ധിക്കപ്പെട്ട ഒരു
ചെറുപ്പക്കാരൻ. അവനെ ആർക്കും അടക്കുവാൻ പറ്റില്ല. അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. നമുക്കറിയാം, ഇതൊക്കെ ചിന്തിക്കുമ്പോൾ വായിച്ചു പോകാൻ എളുപ്പമാണ്. പക്ഷേ ഇത് ആ ഒരു വാക്യം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച ഒരു ഭാഗമാണ്. അവിടെ ആർക്കും അടക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, കല്ലറകളിലായിരുന്നു അവൻ്റെ പാർപ്പ്. നമുക്കറിയാം എന്താണ് കല്ലറ. എല്ലാം അവസാനിച്ച് കൊണ്ടുവെക്കുന്നതല്ലേ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാന ഭാഗമല്ലേ ഈ കല്ലറ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ ജീവിതത്തിൻ്റെ ആ പാതി വഴിക്ക് അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. സ്തോത്രം. അവൻ തന്നെത്താൻ, അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ, അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടപെടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. എന്താണ് തന്നെത്താൻ ചതയ്ക്കുക എന്നൊക്കെ ഇവിടെ എഴുതിയേക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ ശരീരമാകുന്ന മന്ദിരം അത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് അത് പൈശാചിക മണ്ഡലങ്ങൾക്കറിയാം. അത് നോവണമെങ്കിൽ, തന്നെത്താൻ ചതയ്ക്കണമെങ്കിൽ ആ നമ്മുടെ ശരീരമാകുന്ന, നമ്മുടെ ശരീരത്തിൽ കർത്താവിൻ്റെ ആത്മാവുണ്ട്. കർത്താവ് വസിക്കുന്ന നമ്മുടെ മന്ദിരം, അവൻ്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. അതൊക്കെ തന്നെത്താനെ സ്വയമായിട്ട് ചതയ്ക്കുക, തലയിട്ടിടിക്കുക, തന്നെത്താൻ ശരീരം നോവിക്കുന്ന എത്ര പേരെ നമുക്ക് കാണുവാൻ കഴിയും. ഇതൊക്കെയും പൈശാചിക മണ്ഡലങ്ങൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഓരോ ജീവിതങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ഓരോ കെട്ടുകളാണ്. അവനെ തകർക്കാൻ, അവൻ്റെ കുടുംബത്തെ തകർക്കാൻ, ഇനി എനിക്കൊരു ഭാവിയില്ല, ജീവിതമില്ലെന്ന് എത്രയോ ചെറുപ്പക്കാർ ഈ ലോകത്തോട് വിട്ടുപോകുന്നു, ആത്മഹത്യയിലേക്ക് തിരിയുന്നു. എന്തുമാത്രം പ്രതിസന്ധികൾ നേരിടുന്ന ഈ ലോകത്താണ് നമ്മൾ കഴിയുന്നത്. നമുക്കിടയിലും കാണാൻ പറ്റത്തില്ലേ? അത് പല രീതിയിൽ നമ്മൾ തന്നെത്താൻ ശപിച്ച്, നമ്മുടെ ജന്മത്തെ തന്നെ ശപിച്ച്, ഞാൻ ജീവിക്കണ്ടായിരുന്നു, ഞാൻ ജനിക്കണ്ടായിരുന്നു, എനിക്കങ്ങനെ ഒരു രീതിയിലും ഒരു സമാധാനമില്ലാതെ, എന്നാൽ ഏത് ബ്രൈറ്റ് ഫ്യൂച്ചറിൽ എത്തേണ്ട എത്രയോ പേരെയാണ് പിശാച് കൊണ്ടുവന്ന് വലിച്ച് വേറെ രീതിയിലൊക്കെ ഉപയോഗിച്ച്, കുടുംബത്തിൽ കൊള്ളാവുന്നവൻ, കുടുംബത്തിൽ മാന്യതയുള്ളവൻ, അല്ലെങ്കിൽ സമൂഹത്തിൽ സ്നേഹമുള്ളവരായിരിക്കും ഇങ്ങനെയൊക്കെയുള്ളവരെ, അവരെയൊക്കെയും പിടിച്ചായിരിക്കും പിശാച് പല രീതിയിൽ അവരെ ഉപയോഗിക്കുക. ഇവിടെ നമുക്ക് വായിക്കാൻ പറ്റും, അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങി ഉടനെ അശുദ്ധാത്മാവുള്ള മനുഷ്യൻ യേശുവിന്റെ നേരെ ചെല്ലുകയാണ്. കല്ലറകളിൽ നിന്ന് വന്ന് എതിരേറ്റ് അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. അവിടെ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ അവനെ ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കം നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവെ, ഈ മനുഷ്യനെ വിട്ടുപോകുക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. നമുക്കിവിടെ വായിക്കാൻ പറ്റും, നമുക്ക് ശ്രദ്ധയോടെ നോക്കിയാൽ കാണാൻ പറ്റും. അവ യേശുവിനെ കണ്ട പാടെ ദൂരത്ത് നിന്ന് ഓടി വന്ന് യേശുവിനെ നമസ്കരിച്ചു. സമയത്തിന് മുമ്പേ ദണ്ഡിപ്പിക്കുവാൻ വന്നുവോ? സ്തോത്രം. അപ്പം പിശാചിനറിയാം ഇതിനൊക്കെ ഒരു സമയമുണ്ട്, എനിക്കൊരു സമയമുണ്ട്, എനിക്കിതൊന്നും ഒരാടെ ശരീരത്തിലോ അല്ലെങ്കിൽ എനിക്കിതിവിടെ ശാശ്വതമല്ല. കാരണം യേശുവിൻ്റെ സാന്നിധ്യം, പ്രൈസ് ദി ലോർഡ്, യേശുവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ സാന്നിധ്യം പൈശാചിക മണ്ഡലങ്ങളെ പലപ്പോഴും അസ്വസ്ഥമാക്കുന്ന ഒന്നാണ്. അതാണ് ദൈവാത്മാവുള്ള അല്ലെങ്കിൽ ഒരു പൈതൽ ഒരിടത്ത് ചെല്ലുമ്പോൾ പലർക്കും അസ്വസ്ഥതകളുണ്ടാകും. പല ഭവനങ്ങളിലാകട്ടെ, സഭകളിലാകട്ടെ, ദൈവാത്മാവുള്ളിടത്ത് ഒരാൾ ചെല്ലുമ്പോഴത്തേനും അവിടെ അസ്വസ്ഥങ്ങളുണ്ടാകും. കാരണം ദൈവത്തിൻ്റെ ആത്മാവുള്ള അവൻ നേർവഴിക്കായിരിക്കും ചിന്തിക്കുക, അവൻ കാര്യങ്ങളെ നേർവഴിക്കുക. കാരണം മറ്റുള്ളവർക്കൊക്കെയും എപ്പോഴും അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവുള്ള ഒരാൾ അടുത്ത് ചെല്ലുമ്പോൾ, ഇവിടെ യേശുവിനെ കാണുമ്പോൾ തന്നെ അവർക്ക് അസ്വസ്ഥതയുണ്ടായി. എന്നാൽ യേശു അവനോട് പറയുന്ന ഒരു ഭാഗമാണ്, അശുദ്ധാത്മാവെ, ഈ മനുഷ്യനെ വിട്ടുപോ എന്ന് യേശു കൽപ്പിച്ചിരുന്നു. അവിടെ കൽപ്പിച്ചിരുന്നു എന്നാണ് എഴുതിയേക്കുന്നത്. ശ്രദ്ധയോടെ വായിച്ചാൽ പറ്റും, കൽപ്പിച്ചിരുന്നു. എന്നാൽ ഈ ഭാഗങ്ങളിലൊക്കെ എവിടെയാണ് യേശു അങ്ങനൊരു വാക്ക് പറഞ്ഞത്? അശുദ്ധാത്മാവിനോട് 5-ാം വാക്യത്തിൽ കാണാൻ പറ്റുന്ന, യേശു ഗദ്രദേശത്തെത്തി, അവിടെ എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക? യേശു കൽപ്പിച്ചിരുന്ന ഭാഗം നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്നാൽ അതറിയണമെങ്കിൽ മാർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും.
അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോവുക എന്ന് അവരോട് പറഞ്ഞു. അതിന്റെ 35-ാമത്തെ വാക്യം. ആ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറുപാടുകളും ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടക് തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങിയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. ശിഷ്യന്മാരുമായി അവിടെ പറയുകയാണ്, അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോവുക എന്ന് അവരോട് പറഞ്ഞു. സന്ധ്യയായപ്പോൾ അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. എന്താണ് സന്ധ്യയ്ക്കുള്ള യാത്ര? യേശു അവരോട് പറയുകയാണ്, നമുക്ക് അക്കരയ്ക്ക് പോകാം. സ്തോത്രം. പെട്ടെന്ന് യേശു ശിഷ്യന്മാരെ നോക്കിയിട്ട് പറയുകയാണ്, വാ, നമുക്കിനി വേറൊരു യാത്രയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. അവർ പുറപ്പെട്ടു. എന്നാൽ യേശു അവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. രാത്രിയിൽ വലിയ കാറ്റായി, കോളും മഴയും, ഭയങ്കര പ്രതിസന്ധിയിലായി തൻ്റെ ശിഷ്യന്മാർ. യേശുവിനെ ഒന്നും അറിയാതെ യേശു കിടന്നുറങ്ങിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. വെള്ളം ദേഹത്ത് വീണാൽ ഉണരാത്തതായിട്ട് ആരുണ്ട്? സ്തോത്രം. നമ്മളെ രാവിലെയൊക്കെ ഉണർത്താൻ പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മുടെ ദേഹത്ത് കണ്ണിലൊക്കെ കൊണ്ടുവന്ന് വെള്ളം തളിക്കും. ഒരു ചെറിയ ഒരു തുള്ളി വീണാൽ തന്നെ നമുക്ക് നമ്മുടെ ഉറക്കത്തെ അസ്വസ്ഥപ്പെടുത്തുന്നതാണല്ലേ. എന്നാൽ ഇവിടെ പടക് മുങ്ങുമാറ്, പടകെല്ലാം വന്ന പ്രതിസന്ധികളൊക്കെ അടിച്ച് കാറ്റും വെള്ളമൊക്കെ ആയിട്ടും യേശുവിനെ ഉണർത്തുവാൻ കഴിഞ്ഞില്ല. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവരുടെ നിലവിളിയുടെ മുമ്പിൽ, തൻ്റെ ഭക്തന്മാരുടെ നിലവിളിയുടെ മുമ്പിൽ യേശുവിനെ ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ കടലിലെ ഉപ്പുവെള്ളമൊക്കെയും ദേഹത്ത് വീണ് ശരീരം മൊത്തം നനഞ്ഞപ്പോഴും യേശുവിന് അതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. എന്നാൽ ശിഷ്യന്മാരുടെ നിലവിളിയുടെ മുമ്പിൽ യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. സ്തോത്രം. അവിടെ വലിയ ശാന്തതയുണ്ടായി. നമുക്ക് 5-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അവിടെ പറയുന്നു, യേശു അശുദ്ധാത്മാവിനെ വിട്ടുപോവുക, അവനെ വിട്ടുപോവുക എന്ന് കൽപ്പിച്ചിരുന്നു എന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ടവരെ, തലേ ദിവസത്തെ ആ യാത്ര പൈശാചിക മണ്ഡലങ്ങൾക്കറിയാം, ഇതെന്നെ നശിപ്പിപ്പാൻ വരുന്ന ഒരു യാത്രയാണ്. എങ്ങനെയെങ്കിലും ആ യാത്ര മുടക്കണമായിരുന്നു. എങ്ങനെയെങ്കിലും ആ യാത്ര അവർക്ക് പൈശാചിക മണ്ഡലങ്ങൾക്ക് അതിനെ തടഞ്ഞു വെക്കണമായിരുന്നു. അതിന് തലേ ദിവസമേ തുടങ്ങി പിശാചിന്റെ തന്ത്രങ്ങൾ. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോ കുടുംബത്തിലകത്തോ സഹോദരങ്ങൾക്കിടയിലോ മാതാപിതാക്കൾക്കിടയിലോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ചെറിയ ഒരു അസ്വസ്ഥത തോന്നിക്കഴിഞ്ഞാൽ ഉടനെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോണം. കാരണം ഇതൊക്കെയും ഒരു വലിയ നാശത്തിന്റെ തുടക്കമായിരിക്കും, വലിയൊരു വീഴ്ചയുടെ തുടക്കമായിരിക്കും. അത് എനിക്ക് മാത്രമെന്നല്ല, എൻ്റെ കുടുംബത്തിലോ എൻ്റെ കുഞ്ഞുങ്ങൾ മേൽ വരുന്ന ഒരു പ്രശ്നമായിട്ട് നിങ്ങൾ കരുതല്ല. കാരണം നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു പ്രയോഗമോ പ്രയാസമോ ദുഃഖമോ ഞെരുക്കമോ എന്തെങ്കിലും ആകട്ടെ, കടഭാരം വന്നാൽ കുടുംബമടക്കം പ്രാർത്ഥിക്കേണ്ട സമയമായിരിക്കുന്നു. ഇവിടെ യേശു കൽപ്പിച്ചിരുന്നു അശുദ്ധാത്മാവിനെ, അവൻ ആ കാറ്റിനെയും കോളിനെയും. കാരണം പിശാച് പല രീതിയിൽ ആ വള്ളത്തെ തകർക്കാൻ, ആ യേശുവിന്റെ യാത്രയെ തകർക്കുവാൻ അവൻ പല രീതിയിലുള്ള ഉപായങ്ങൾ അവിടെ അന്വേഷിച്ചു. എന്നാൽ യേശു അത് കണ്ടിട്ട് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. എന്നാൽ യേശുവിനറിയാം അത് എവിടെ നിന്ന് തുടങ്ങുന്നതാണ്, ആരാണ് അതിന്റെ പുറകിലെന്ന്. അവൻ അവിടെ ശാസിച്ചു. കാറ്റേ അടങ്ങുക എന്ന് അവനെ ശാസിച്ചപ്പോൾ, ഹല്ലേലൂയ, അവൻ ഗദരദേശത്തെത്തിയപ്പോൾ, കാലുകുത്തിയപ്പോൾ, ഹല്ലേലൂയ, യേശുവിന്റെ സാന്നിധ്യം പൈശാചിക മേഖലകളെ അസ്വസ്ഥമാക്കി. പൈശാചിക മേഖലകൾക്കെന്നും അസ്വസ്ഥമാണ് യേശുവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പൈശാചിക മണ്ഡലങ്ങൾക്ക് എന്നും അസ്വസ്ഥപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് കർത്താവ് വന്ന് കാലുകുത്തിയ ഉടനെ ഇവിടെ പറയുന്നു, നീ സമയത്തിന് മുമ്പേ ദണ്ഡിപ്പിക്കാൻ വന്നുവോ? അതേ പ്രിയപ്പെട്ടവരെ, ഒരു ചെറുപ്പക്കാരനെ രക്ഷിക്കുവാൻ വേണ്ടി ഇതിൽ നിന്നൊക്കെ എടുക്കാൻ ഈ ചാപ്റ്ററൊക്കെ എടുക്കുമ്പോൾ ചെറിയ സമയമൊന്നും പോരാ നമുക്ക് പറയുവാൻ. സ്തോത്രം.
ഞാൻ ചെറിയൊരു ചിന്ത നിങ്ങളുമായി പങ്കുവെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്തോത്രം. അവിടെ അസ്വസ്ഥപ്പെടുത്തുന്ന മണ്ഡലങ്ങൾ, അവനെ ഒരു ചെറുപ്പക്കാരനെ രക്ഷിക്കുവാൻ വേണ്ടി നിന്നെ ഒരാൾക്ക് വേണ്ടി യാത്ര ചെയ്ത് ഗദരദേശത്തെത്തിയ കർത്താവ് നിന്നെ മാത്രം തേടി, നിനക്ക് ഒരാൾക്ക് വേണ്ടി നീ ശപിക്കപ്പെട്ടവനാണോ, നിന്ദിക്കപ്പെട്ടവനാണോ, നിന്നെ വീട്ടുകാരും കുടുംബക്കാരും എല്ലാം ഉപേക്ഷിച്ചതാണോ, ഇനി നിനക്ക് പ്രതീക്ഷയില്ല, ഒരു ഭാവി ഇല്ലെന്ന് തള്ളി നിന്നെ സഭയെന്നാട്ടെ, പള്ളിനാട്ടെ, ജനസമൂഹത്തിൽ നാട്ടെ, ഒരു സൊസൈറ്റിയിൽ നിന്ന് തന്നെ നിന്നെ പറഞ്ഞയച്ചവനാണോ, കുടുംബത്തിൽ നീ ഒന്നുമില്ലാതെ കിടക്കുന്ന ഒരു വ്യക്തിയാണോ, നിന്നെ തേടി യാത്ര ചെയ്യുന്ന ഒരു യേശുവിനെയാണ് നീ ഈ പകൽ ആരാധിക്കുന്നത്. അതെ, നിന്നെ മാത്രം തേടി വരുന്ന ഒരു യേശു. മനുഷ്യൻ വരുത്തില്ല. ഒരാൾക്ക് വേണ്ടി ആരാണ് സമയം ചെലവഴിക്കുക? ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ആരാണ് ഇന്നത്തെ സമയത്ത് ഇറങ്ങിത്തിരിക്കുക? എന്നാൽ യേശു നിന്റെ കൂടെ ഉണ്ട്. ഇന്ന് പകൽക്കാലം ആരോടുള്ള ഒരു മെസ്സേജാണ്, യേശു നിന്റെ പടകിലുണ്ട്. യേശു നിന്റെ നിലവിളി കേൾക്കും. നിനക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു യേശു നിനക്ക് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നിനക്ക് എത്ര പേർക്ക് അത് അനുഭവിച്ചറിയാൻ പറ്റും? അവിടെ ചങ്ങലയിലും കല്ലറകളും ഒക്കെ കടന്ന ആ ഒരു അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യൻ, ഒരുപാട് ദൂതുകൾ പറയാനുണ്ട് ഇതിനകത്ത്. സ്തോത്രം. അശുദ്ധാത്മാവെ ഇവനെ വിട്ടുപോ എന്ന് പറഞ്ഞ് ശാസിച്ചിരുന്നു. എന്നിട്ടും അശുദ്ധാത്മാവ് ഞങ്ങൾ പന്നികളിലേക്ക് കടക്കട്ടെ എന്ന് ചോദിച്ചു. യേശു അനുവാദം കൊടുത്തു. ആ പന്നികളിൽ കടന്ന് അത് കൂട്ടം കടും തൂക്കത്തോടെ കടലിൽ മുങ്ങി ചത്തു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എവിടെ നിന്നെ തകർക്കുവാൻ പദ്ധതിയിട്ടോ? ശ്രദ്ധിച്ചോ, യേശുവിനെ ശിഷ്യന്മാരെയും കടലിൽ മുക്കിക്കളയുവാൻ പദ്ധതിയിട്ട പിശാചിനെ അതേ കടലിൽ യേശു മുക്കിക്കൊന്നു. അതേ കടലിൽ പൈശാചിക മണ്ഡലങ്ങളെ മുക്കിക്കൊല്ലുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. നിന്നെ തകർക്കുവാൻ ആര് പ്ലാനിട്ടോ, ആര് പദ്ധതിയിട്ടോ, ആര് നിന്നെ ഉപേക്ഷിച്ചോ, അതേ സ്പോട്ടിൽ നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയുന്നവനാ. ഹല്ലേലൂയ. ശത്രുക്കളെ അതേ ഇടത്ത് മുക്കിക്കളഞ്ഞിട്ട് നിന്നെ ഉയർത്തുവാൻ എൻ്റെ ദൈവത്തിന് ഇന്ന് പകൽക്കാലം പദ്ധതിയുണ്ടെന്ന് ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. അവിടെ പറയുന്നുണ്ട്, അവനെ കണ്ട ഉടനെ രണ്ടാമത്തെ ഒരു ദൂത് വരുന്നു. ഹല്ലേലൂയ. അവിടെ കണ്ട ഉടനെ പൈശാചിക മണ്ഡലങ്ങൾ യേശുവിനെ അവിടെ നമസ്കരിച്ചെന്ന്. ഹല്ലേലൂയ. നമ്മൾ കുറച്ച് പുറമോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ യേശു ഹല്ലേലൂയ 40 പകലും രാവും ഉപവാസമൊക്കെ എടുത്ത് വന്നപ്പോൾ അവിടെ പിശാച് പറയുന്നുണ്ട്, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതൊക്കെ നിന്റേതാവുമെന്ന്. അവിടെ കർത്താവ് പറയുന്നുണ്ട്, ഹല്ലേലൂയ, നീ എൻ്റെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിന്റെ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ നീ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. തിരുവചനത്തെക്കുറിച്ച് കർത്താവ് പൈശാചിക മണ്ഡലങ്ങളോട് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ കണ്ടില്ലേ, യേശുവിനെ കണ്ടപ്പോൾ ഇത്രയും പിശാച്, അവിടെ അറിയാം എത്ര പന്നികളുണ്ട്. അത്രയും പന്നികളിൽ കടക്കണമെങ്കിൽ അവന്റെ ശരീരത്തിൽ എത്ര പൈശാചിക ശക്തികൾ ഉണ്ടായിരുന്നു. അതെല്ലാം യേശുവിനെ നമസ്കരിച്ചു. അതെ, ഹല്ലേലൂയ. ദാവീദ് ഗോത്രത്തിന്റെ സിംഹമായവനാണ്. ദാവീദ് ഗോത്രത്തിന്റെ സിംഹമായവനാണവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വിഷയങ്ങൾ എത്ര പ്രതിസന്ധികൾ നിറഞ്ഞതാകട്ടെ, എത്ര പ്രശ്നങ്ങൾ നിറഞ്ഞാകട്ടെ, നീ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവനാകട്ടെ, മെഡിക്കൽ സയൻസിനോ ഏത് വിഷയങ്ങൾക്ക് നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയമാണെങ്കിലും യേശു നിന്റെ പടകിലുണ്ടെങ്കിൽ യേശു നിന്നെ തേടി വരുന്ന ദൈവമാണ്. കാരണം മനുഷ്യനെ പോലെ അവൻ ഉപേക്ഷിക്കത്തില്ല. അവിടെ അറിയാം, ആ ഒരുവന് വേണ്ടി അവിടെ വന്ന് അവനെ സൗഖ്യമാക്കി, അവന്റെ ഭൂതത്തെ ബന്ധനത്തെ ശാസിച്ച് അവനെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. അവൻ പറയുന്നുണ്ട്, കർത്താവേ ഞാൻ നിന്നെ അനുഗമിച്ചോട്ടെ. കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നോ. കർത്താവ് ചില കാര്യങ്ങൾക്ക് നോ പറയത്തുള്ളൂ. കർത്താവ് എവിടെയെങ്കിലും നിന്നോട് നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ചെറിയ ഒരു വാതിൽ നിന്റെ മുമ്പിൽ അടച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ കിളിവാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് വലുതെന്തോ തരാൻ വേണ്ടിയാണ്. ഇവിടെ അവനോട് നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനോട് പറയുവാണ്, അല്ല, നീ പോയി ദെക്കപ്പോലി നാട്ടിൽ സുവിശേഷം അറിയിക്കാൻ. അതെ, നിന്നെ തെരഞ്ഞെടുത്ത ദൈവം വിശ്വസ്തനാണ്. നിന്റെ മുമ്പിൽ ഏതെങ്കിലും വാതിലുകൾ കർത്താവ് അടച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് ഇന്ന് പകൽക്കാലം പറയുന്നു, നീ ഇന്നടത്ത് പോയി സുവിശേഷം അറിയിക്കണം. എന്റെ നാമം ഇന്ന ഈ ഒരു ദേശം ദെക്കപ്പോലി എന്നൊരു നാടിനെ കുറിച്ച് നമ്മൾ അന്നേരമാണ് കേൾക്കുന്നത്. അവിടെ പോയി നീ സുവിശേഷം അറിയിക്കാനാണ് എന്റെ ഇഷ്ടം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സമൂഹത്തിൽ ഒറ്റപ്പെട്ട നിന്നെ, തള്ളിക്കളഞ്ഞ നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. കാരണം അവരെ ശിഷ്യന്മാരുമായി അനുഗമിക്കുവാനല്ല, നീ എൻ്റെ ശിഷ്യനായി പോയി വേറെ നാട്ടിൽ എന്നെപ്പറ്റി അറിയിക്കുക. അവിടെ അവനൊരു സുവിശേഷകനാണ്. അവൻ എത്രയിടത്ത് അവൻ്റെ കാല് അവിടെ ആ ദേശത്തൊക്കെയും അവൻ നടന്ന് യേശു ചെയ്ത പ്രവർത്തികൾ, തിരുവചനത്തെ ഹല്ലേലൂയ അവൻ അവിടെ ഉയർത്തുവാൻ കഴിഞ്ഞു.
എൻ്റെ ഈ പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ ഇരിക്കുമ്പോൾ കർത്താവ് നിങ്ങളോടുള്ള പറയുകയാണ്, നിങ്ങളെ എവിടെ തള്ളിക്കളഞ്ഞോ, ചില കാര്യങ്ങൾക്ക് കർത്താവ് നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വലിയൊരു യെസ് വരുന്നുണ്ട്, വലിയൊരു യെസ് നിങ്ങൾക്ക് ചെയ്യുവാനുണ്ട്. കർത്താവ് ഈ പകൽക്കാലം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതേ പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടൊന്നും തീരുന്നല്ല, ഒരുപാട് കാര്യങ്ങൾ ഇതിനെ ഹല്ലേലൂയ കണക്ട് ചെയ്ത് എനിക്ക് പറയുവാനുണ്ട്. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എവിടെ നിന്ദിക്കപ്പെട്ടുവോ അവിടെ നിങ്ങളെ മാനിച്ചുയർത്തും, എവിടെ നിങ്ങൾ താഴ്ത്തുവോ അവിടെ നിങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവത്തെയാണ് ഈ പകൽക്കാലം നിങ്ങൾ ആരാധിക്കുന്നത്. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ, ആമേൻ, ആമേൻ.